യോഗ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു ഗൂഗിളിലൊക്കെ നോക്കി പഠിച്ചത് ശരിയാവില്ല. ആവശ്യത്തിന് മാത്രം ആഹാരം കഴിച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും യോഗാഭ്യാസം ചെയ്യാം. നമസ്തേ. നമ്മുടെ പ്രാചീന ഋഷീശ്വരന്മാർ അവരുടെ ആരോഗ്യ ദിനചര്യയിൽ, അവരുടെ ജീവിതചര്യയിൽ പെടുത്തിയിരുന്ന ഒരു നമ്മുടെ പ്രാകൃതികമായിട്ടുള്ള, പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ശരീര വ്യായാമ മുറയാണ് യോഗാസനങ്ങൾ. യോഗ മീൻസ് യൂണിറ്റി എന്ന് പറയും. സംസ്കൃതത്തിലെ യുജ് എന്ന വാക്കിൻ്റെ എക്സ്പാൻഷനാണ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ യോക്ക് എന്ന് പറയും, ടു യോക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഓരോ ഭാഷകളിലും ഓരോന്ന് പറയും. അപ്പോൾ എന്ത് തമ്മിലുള്ള ചേർച്ചയാണ്, എന്ത് യൂണിറ്റിയാണെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇപ്പോൾ ഒരു നല്ല ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കണമെങ്കിൽ ക്യാൻവസ് വേണം. ആ ക്യാൻവസ് നല്ല രീതിയിലുള്ളതായിരിക്കണം, നല്ല ഗ്രേഡിലുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ എന്തെല്ലാം ഉപയോഗിച്ചാലും നല്ലൊരു ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ലേഖനം അതിലെഴുതാനോ സാധിക്കുകയുള്ളൂ. അതുപോലെ നല്ല ആരോഗ്യവത്തായിട്ടുള്ള, ഉന്മേഷവത്തായിട്ടുള്ള ശരീരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അതിലെ ചിത്രങ്ങൾ വരയ്ക്കലാണ് നമ്മുടെ ഓരോ പ്രവൃത്തികൾ, ഓരോ ജോലികൾ, ഓരോ ജീവിത കാര്യങ്ങൾ, അതിലുള്ള ചിത്രങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ആ ക്യാൻവാസിനെ സുഖമായിട്ട് നല്ല സ്വച്ഛമായിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇരിപ്പുകളാണ്. ആസന മീൻസ് സിറ്റിംഗ്, ഇരിപ്പ്. ആസനസ്ഥനായി എന്ന് പറഞ്ഞാൽ ഇരുന്നു, അത് സംസ്കൃത വാക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്നത് സ്ഥിര സുഖമാസനം. അതായത് കുറച്ചു നേരം സുഖമായിട്ടിരിക്കണമെങ്കിൽ സ്ഥിരമായിട്ടിരുന്നാൽ എന്ത് വേണം? നമുക്ക് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസവും എല്ലാം തന്നെ പെടും. അപ്പോൾ അങ്ങനെ പ്രകൃതിയുടെ പ്രവൃത്തിയിൽ ഇണങ്ങിയിട്ട് പ്രകൃതിയെ അനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സുഖജീവിതത്തിന് വേണ്ടിയിട്ട് ശീലിക്കുന്ന ഒരു ശാരീരിക വ്യായാമമാണ് യോഗാസനങ്ങൾ. അതാണ് അതിൻ്റെ പ്രാധാന്യം. ഇനി മറ്റൊരു കാര്യമുണ്ട്, അതിന് യാതൊരു ഉപകരണങ്ങളും ആവശ്യമില്ല. ഏത് രാജ്യത്ത് പോയാലും ചെയ്യാം. അതാണ് വലിയ കാര്യം. അതിന് സമയങ്ങളുണ്ട്. സമയങ്ങൾ നമുക്ക് സൂര്യൻ്റെ ചൂട് നമ്മുടെ ഉഷ്ണമേഖലയായത് കാരണം വല്ലാതെ ചൂടുള്ള സമയത്ത്, അതായത് നമ്മുടെ കേരളത്തിലും ഇവിടെയൊക്കെയാണെങ്കിൽ രാവിലെ ഒരു 11 മണി കഴിഞ്ഞിട്ട് ഒരു 3 മണി അല്ലെ 3:30 മണി വരെ, ആ സമയത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിൻ്റെ കണക്കനുസരിച്ച് ഇത് എന്ത് വ്യായാമങ്ങളും ചെയ്യുന്നത് ശരിയല്ല. അത് മാത്രം നമ്മൾ അനുസരിച്ചാൽ മതി. ഇനി മറ്റൊന്ന്, പ്രായഭേദമില്ല. ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ചറിവുമായി മനസ്സിലാക്കുന്ന രീതിയിലുള്ള കുട്ടികൾ പ്രായം മുതൽ ഒരു 6 വയസ്സ് ആകാം, കുഴപ്പമില്ല. 8 വയസ്സാണെങ്കിൽ നല്ലത്. 8 വയസ്സിന് മുകളിലേക്ക് എത്രയായാലും ഏത് പ്രായക്കാർക്കും അവരുടെ ശരീരസ്ഥിതി അനുസരിച്ച് സുഖമായിട്ട് ശീലിക്കാവുന്ന ഒരു വ്യായാമ മുറയാണ് യോഗാഭ്യാസം. ഇതാണ് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓരോ ഏജ് ലിമിറ്റിലും ഓരോ പ്രായപരിധിയിലും ഉള്ളവർക്ക് അതിനനുസരിച്ച് അവരുടെ ശരീരത്തിൻ്റെ വഴക്കമനുസരിച്ച് ആർക്ക് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ മിക്കവാറും വല്ല അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ ഇതൊക്കെ. അതേസമയം ഇനി അസുഖമുള്ളവരായിക്കോട്ടെ, അതിനും പ്രത്യേകം യോഗാസനങ്ങളുണ്ട്. അപ്പോൾ ആ അസുഖം എന്താണ്, എങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള രീതിയിൽ ഉള്ള ഐറ്റംസ് ചെയ്യിക്കും. അപ്പോൾ ഇതും കൂടി അസുഖം മാറണത് എങ്ങനെയാണ്? മരുന്ന് കഴിച്ചിട്ടല്ല.
എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് അല്ലെങ്കിൽ രോഗം പിടിച്ചിട്ട് എങ്ങനെ സംഭവിച്ചു, എത്ര കാലം സംഭവിച്ചു, ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഏതേത് ശരീരഭാഗങ്ങൾക്കാണ് അതുകൊണ്ട് ക്ഷീണം സംഭവിച്ചത്, അപാകത സംഭവിച്ചത്, ഇതിനെ എല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് ആ അപാകതകൾ മാറാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം രീതിയിലുള്ള ആ ശീലിക്കാൻ പോകുന്നവരുടെ ശരീരത്തിൻ്റെ സ്ഥിതിയും കൂടി കണക്കാക്കിയിട്ട് ഉള്ള രീതിയിലുള്ള യോഗാസനങ്ങൾ ശീലിപ്പിച്ചാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. അതാണ് യോഗയുടെ കാര്യം. അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാചീന കാലം മുതൽ വന്ന ട്രഡീഷണലായിട്ടുള്ള ആ യോഗ ശാസ്ത്രമാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് സാക്ഷാൽ പതഞ്ജലി മഹർഷി ചിട്ടപ്പെടുത്തിയ യോഗ രീതി ഉള്ള രീതിയിലുള്ള അതേ ക്രമത്തിൽ തന്നെ അതിൻ്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ രീതിയിലുള്ളതാണ് നമ്മൾ ശീലിപ്പിക്കുന്ന യോഗാസനങ്ങൾ. അതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇനി ഓരോ ദിവസവും അതിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വരുന്നതിൻ്റെയും ഒരു പൊരുളും അത് തന്നെയാണ്. അതാണ് നമുക്ക് ഈ യോഗാസനങ്ങൾ കൊണ്ടുള്ള ഇപ്പോഴത്തെ ഗുണങ്ങൾ, ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ ഇതിനെ നമുക്ക് ശീലിക്കുവാനുള്ളതാണ്. വളരെ നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന് ജാതിയോ മതമോ രാഷ്ട്രമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. അതിൻ്റെ ഉദാഹരണമാണ് നമ്മളുടെ ഐക്യരാഷ്ട്രസഭ 15-16 കൊല്ലങ്ങൾക്ക് മുൻപ് എല്ലാവരും കൂടെ കൂടിയ 195 രാജ്യങ്ങളുടെ അവരുടെ മീറ്റിങ്ങിൽ അവർ തീരുമാനിച്ചതാണ് ലോകമെല്ലാവരും ശീലിക്കണം എന്ന് പറഞ്ഞിട്ട് യോഗ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജാതിയോ മതമോ രാഷ്ട്രമോ രാഷ്ട്രീയമോ യാതൊരു ഭേദമില്ല. ജീവനുള്ള ഒരു ശരീരമായിരിക്കണം നമുക്ക് യോഗ പഠിക്കണമെങ്കിൽ അത് മാത്രമേ നമ്മളുടെ കണ്ടീഷനുള്ളൂ. നമുക്ക് യോഗാഭ്യാസം ശീലിക്കുന്നതിന് അത്യാവശ്യം നിഷ്കർഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ഓരോ രീതിയിലുള്ള വളവും തിരിവും എല്ലാം ചെയ്യേണ്ടി വരും. ശരീരത്തിനെ ഓരോ രീതിയിൽ ഇടത്തോട്ട് വളയുക, വലത്തോട്ട് വളയുക, അല്ലെങ്കിൽ മുമ്പോട്ട് വളയുക, ഇതെല്ലാം ചെയ്യുമ്പോൾ ശരീരഭാഗങ്ങൾ എല്ലാം അങ്ങനെ ഉള്ളിലെ ഇൻറ്റേർണലായിട്ട് ആന്തരികമായിട്ട് പ്രഷർ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മളുടെ ആമാശയം, സ്റ്റൊമക്ക്, അത് ദഹിക്കാത്ത സാധനങ്ങളൊന്നും പാടില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡാമേജ് ആവും. അതുകൊണ്ട് നമുക്ക് ഗുണത്തിന് വരും ദോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ദഹിക്കാത്ത സാധനങ്ങളൊന്നും നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാകരുത്. അപ്പോൾ അതിനെന്ത് വേണം? ഒരു പ്രധാന ഭക്ഷണം കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിരിക്കണം നമുക്ക് ലൈറ്റായിട്ട് തുടങ്ങണമെങ്കിൽ. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞാലും ഇത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് ആവശ്യത്തിന് മാത്രം ആഹാരം കഴിച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും യോഗാഭ്യാസം ചെയ്യാം. ഇനി വെള്ളം വല്ലതുമാണെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പേ വേണമെങ്കിൽ 1 കപ്പ് പാലോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സൊന്നും ഐസൊന്നും ഇട്ടൊന്നും സാധിക്കില്ല. എന്തെങ്കിലും രീതിയിലുള്ള ജലാംശത്തിൽ മാത്രം അടങ്ങുന്നത്, ഹാർഡായിട്ടൊന്നും പാടില്ല എന്നർത്ഥം. അതായത് വെള്ളമായിട്ട് എന്തെങ്കിലും കഴിക്കാം, അതിൽ കൂടുതൽ ചെയ്യരുത്. അതേസമയം യോഗ ഇത് നമ്മുടെ അഭ്യാസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഭക്ഷണം കഴിക്കാം. ഇനി എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പലരും ചോദിക്കും. ചിലർ പറയും അത് സസ്യാഹാരം മാത്രമേ പാടുള്ളൂ. മറ്റു ചിലർ പറയും അതല്ല, മാംസബുക്ക് അതൊന്നും പാടില്ല, നോൺ വെജ് ഒന്നും പാടില്ല.
എന്ന് പറയും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് നമുക്ക് എത്രത്തോളം എനർജി വേണം, അതിന് എത്രത്തോളം കലോറി വേണ്ടി വരും, അതിനനുസരിച്ച് ജോലിഭാരത്തിൻ്റെ ആ കാഠിന്യം അനുസരിച്ച് അല്ലെങ്കിൽ ലാഘവത്വം അനുസരിച്ച് വെജിറ്റേറിയൻ മീൽസ് കഴിക്കാം, അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാം. ചിലർ നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അതിൽ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം വല്ലാതെ ഒരു അധ്വാനിക്കുന്നവൻ, ഒരു ആമർമാനാണ് വർക്ക്ഷോപ്പിൽ, അയാൾക്ക് ഈ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ 4 ഇഡ്ഡലിയും അതിൻ്റെ കറിയും കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും കഴിച്ചുകൊണ്ട് അടിക്കാൻ പറ്റുമോ? ആമറിങ് തുടങ്ങിയാൽ 18 കൊണ്ട് ആമറ 20 കൊണ്ട് ആമറിട്ടാണ് അടിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഉണ്ടാകുന്ന എക്സർഷൻ, അതിനനുസരിച്ചുള്ള വിറ്റാമിൻസ് വേണം, ശരീരശേഷി വേണം. അപ്പോൾ അതിനനുസരിച്ച് ചിലവർക്ക് ഡോക്ടേഴ്സും പറയും, നിങ്ങൾ മട്ടൻ കഴിക്കുക, നിങ്ങൾ ചിക്കൻ കഴിക്കാം, ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ ഡോക്ടേഴ്സും കൊണ്ട് പറയും. പക്ഷേ അതുകൊണ്ട് യോഗ ചെയ്യാൻ പാടില്ല എന്നല്ല. ഇനി എന്തെല്ലാം അധ്വാനം ചെയ്ത് കഴിഞ്ഞാലും അതിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് യോഗാസനങ്ങൾ പരിശീലിക്കാം. കാരണം അതുവരെ ചെയ്തിരുന്ന എല്ലാ ജോലികളുടെയും ക്ഷീണവും അതുകൊണ്ട് ശരീരത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ആ തേയ്മാനങ്ങളും അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് വളരെ വളരെ ഉചിതമായിട്ടുള്ള ഏറ്റവും യുക്തമായിട്ടുള്ള ഒരു അഭ്യാസമുറയും കൂടിയാണ് യോഗാസനങ്ങൾ. അപ്പോൾ അത് ആഹാരത്തിൻ്റെ കാര്യം ഇതുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അതിന് എത്രത്തോളം ഇത് വേണം, അതിനനുസരിച്ച് ആഹാരം കഴിക്കാം. അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ഇനി രോഗങ്ങൾ ഉള്ളവർ, എന്തെല്ലാം രോഗങ്ങളുള്ളവർ ചെയ്യരുത്, അല്ലെങ്കിൽ എന്തെല്ലാം രോഗങ്ങളുള്ളവർക്ക് യോഗ വളരെ നല്ലതാണ് എന്നെല്ലാം ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ പ്രാധാന്യങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് മാറാത്ത നടുവേദനയാണ്, ഒരാൾക്ക് വല്ലാത്ത വിധത്തിലുള്ള ഒരു ഭാഗത്തിന്, ഒരു കാലിനും ഒരു ഭാഗത്ത്, ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വല്ലാതെ വേദനയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വരും. അതിനെന്താ മരുന്നില്ലാതെ ഇതെന്ത് സൂത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നതാണ്, അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് വെച്ചാൽ കുനിഞ്ഞ് മാത്രം നിന്ന് ജോലി ചെയ്യണു. അതുപോലെ തന്നെ ഒരു ഭാഗം എന്ത് ജോലി ചെയ്യുമ്പോഴും ഒരു ഭാഗം മാത്രം വളരെയധികം സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കണം. ഉദാഹരണത്തിന് ഡ്രൈവിങ്, ഒരു ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ ഇടത്ത് ഭാഗത്തിന്, ഇടത്ത് കാലിനും അല്ലെങ്കിൽ ഇടത്ത് ഹിപ്പിൻ്റെ ഭാഗത്തുമൊക്കെ വല്ലാതെ വേദനയായിരിക്കും. കാര്യം എന്താ, അദ്ദേഹത്തിൻ്റെ ഏത് വണ്ടിയാണ് ഓടിക്കണേ അതനുസരിച്ചിട്ട് അതിൻ്റെ ലോഡും അതിൻ്റെ വൈബ്രേഷനും നോക്കിയിട്ട് ക്ലച്ച് ചവിട്ടുന്ന കാല് ഏതോ അതുമ്മ കാല് മാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വൈബ്രേഷൻ മുഴുവനും ആ ഭാഗത്ത് ശരീരത്തിലേക്ക് വ്യാപിക്കുകയാണ്. അത് നട്ടെല്ലിൻ്റെ ബാക്ക് ബോണിൻ്റെ ഭാഗത്തിലേക്ക് ഈ ഇങ്ങനെ ജാമായിക്കൊണ്ടിരിക്കുമ്പോൾ നട്ടെല്ല് നേരെ ഇരിക്കണമെന്ന് നമ്മൾ ഇതിൻ്റെ കുറച്ച് ബലം വരും. അപ്പോൾ ഒരു വശത്തേക്ക് ഇങ്ങനെ പ്രഷർ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വണ്ടി ഒരു കട്ടറിൽ കുടുങ്ങിയാലൊക്കെ ഈ ഇടി കിട്ടും വണ്ടിയുടെ ഇതിൽ. അതിനനുസരിച്ച് ഈ ജാമിങ് നട്ടെല്ലിന് വരും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ ജോലി അനുസരിച്ച് എന്ത് വേണം, എത്ര കാലം പഴക്കമുണ്ട്, ഇതനുസരിച്ച് യുക്തമായിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിന് പൊതുവായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള 3-4 ഐറ്റമൊക്കെ ആദ്യം ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ആളുടെ സ്ഥിതി നോക്കിയിട്ട് അതിന് എന്ത് ചെയ്യണമെന്ന് ഒരു അറിവുള്ള ആൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അതിന് അല്ലാതെ നമുക്ക് ഇത് ഗൂഗിളിൽ നോക്കി ഒരാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ചെയ്താൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ബേസ് എന്താണ്, എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കണം. ചോദിക്കൽ മാത്രമല്ല, ആളുടെ ശരീരത്തിൻ്റെ അപ്പോഴത്തെ ഘടന എന്താണെന്നും കൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരാൾ ഇതായിട്ട് ലിവറോസിസാണ് അത് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യും,
അതെന്ന് വെച്ചാൽ എന്തെന്നാൽ ലിവറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവറിന് കുഴപ്പം വരണതാണ്. ലിവറിന് കുഴപ്പം വരാൻ കാര്യം എന്താ? ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു വലിയ പത്താഴപ്പുരയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിച്ച് അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം തന്നെ, എസൻസ് എല്ലാം തന്നെ ആദ്യം തന്നെ സ്റ്റോക്ക് ചെയ്യുന്നത് ലിവറിലാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന അധ്വാനം അനുസരിച്ച് അവിടെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോന്ന് രീതിയിൽ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് അപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നുമില്ല, ആഹാരം ഒരുപാട് കഴിക്കണം, വെറുതെ ഇരിക്കണം, ശരീരം ചീർക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ലിവറോസിസായി, അതുകൊണ്ട് പിന്നിങ്ങനെ വന്നാൽ അതാവും, ലിവർ മാറ്റി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയപ്പെട്ട് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നിസ്സാര കാര്യമുള്ളൂ. നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് ആഹാരം കഴിക്കാവൂ, ജോലി ചെയ്യുന്നതിനനുസരിച്ച് ആഹാരം കഴിക്കാവുന്ന അതിനനുസരിച്ച് മാത്രം, അതിൻ്റെ കാഠിന്യം അനുസരിച്ച്. അതാണ് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞ് സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ ഇത് നമ്മുടെ ജോലി കുത്തിയിരിപ്പാണ്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ IT ഫീൽഡിലാണ്, എല്ലാം ഈ അനക്കവും കൊടുത്തും അത് അനങ്ങാതിരിക്കണം. അപ്പോൾ അവർക്കും അവർ പരിഷ്കാരം അനുസരിച്ചിട്ട് ഫോറിൻ രീതിയിലേക്കെന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഫുഡ് മറ്റൊരു മറിച്ച് എന്നൊക്കെ പറഞ്ഞു കഴിച്ചാൽ എന്തു വന്നാലും ഈ ശരീരത്തിലേക്ക് ചെല്ലണ സാധനം ദഹിച്ചാൽ ആ ജോലിക്കനുസരിച്ചല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളും മറ്റെല്ലാം ഒന്ന് കുറച്ച് അതിനെ ഒന്ന് നിയന്ത്രിച്ച് നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നമുക്ക് എന്തോരം ആവശ്യം വരുന്നു, എത്ര കലോറി ചിലവാകുന്നുണ്ട് നമ്മുടെ ജോലിക്ക്, ഇതനുസരിച്ചുള്ള രീതിയിൽ തീർച്ചയായിട്ടും ആഹാരം കഴിക്കണം. അപ്പോൾ ഈ വലിയ ഒരു വിപത്തിൽ നിന്ന് മാറാൻ പറ്റും. അതുപോലെ തന്നെ സ്പോണ്ടിലോസിസ്, IT വർക്കിൽ ഈ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വലിയ കാര്യമാണ്. കാരണം അവരങ്ങനെ അനങ്ങാതിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഈ നോക്കി ഇതിലെ സിസ്റ്റത്തിലേക്കാണ് നോക്കിക്കൊണ്ട് കൈ അനക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൈ അനക്കുമ്പോൾ ഇവിടെ വിരൽ അനങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ഷനൊക്കെ ഇവിടെ പുറകത്തിൽ നിന്നുള്ള ന്യൂറോ സിസ്റ്റത്തിലേക്കാണ് വന്നെ. അപ്പോൾ അതിനുള്ള വ്യായാമമില്ല. ഈ ഷോൾഡർ മസിൽ കട്ടിയായി പോണു. അപ്പോൾ ഇവിടെ ഷോൾഡർ മസിൽ കട്ടിയാകുമ്പോൾ കഴുത്ത് നമ്മുടെ തലച്ചോറിലേക്കും ഇവിടേക്കുള്ള ഞരമ്പുകളിനെ ഈ കട്ടിയായിട്ടുള്ള മാംസപേശികൾ അമർത്തി പിടിക്കണം. അപ്പോൾ അവിടെ സർക്കുലേഷൻ കുറയണു, സർക്കുലേഷൻ ഒരുപാട് വ്യത്യാസം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ എത്ര കാലം എങ്ങനെ ഇരുന്ന് ജോലി ചെയ്യണു, എത്രയാണ് അതിന് വേറൊരു രീതിയിൽ, അത് രണ്ടാൾക്ക് രണ്ട് രീതിയിലായിരിക്കും ചെയ്യേണ്ടത്. ആ ആവശ്യക്കാരുടെ ശരീരപ്രകൃതി അനുസരിച്ച് അതിന് ആളെ കണ്ട് അങ്ങേരുടെ ജോലിയുടെ കാഠിന്യം അതും സമയവും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഉള്ള കൃത്യമായിട്ടുള്ളത് ആ മാസ്റ്റർ ഗുരുനാഥൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് യോഗ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഒരു ഗൂഗിളിലൊക്കെ നോക്കി പഠിച്ചത് ശരിയാവില്ല. അപ്പോൾ ഒരു സമ്പന്നനായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠിക്കണം. അതാണ് നല്ലത്, അതാണ് വേണ്ടത് എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. യോഗ അഭ്യസിക്കുന്നതിനുള്ള സമയത്തിനെ കുറിച്ച് ചില സംശയങ്ങൾ ധാരാളം ആളുകൾക്കുണ്ട്. ഒന്ന്, നമ്മൾ കാലി വയറായിരിക്കണം എന്നാദ്യം പറഞ്ഞു ശുദ്ധമായിട്ട്. പിന്നെ സമയമാണെങ്കിൽ രാവിലെ ഒരു 5 മണി മുതൽ, അതായത് പഴയ ഇതിനനുസരിച്ചിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, ഇതൊക്കെ ചെയ്യണമെന്നാണ് പറയണത്. അപ്പോൾ അത് പറയുമ്പോൾ 3:30 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് തുടങ്ങും. 3:30ക്ക് ബ്രഹ്മമുഹൂർത്തം തുടങ്ങും. അപ്പോൾ പ്രകൃതി ഉണർന്നിരിക്കുന്ന സമയമാണത്. രാത്രി 2 മണി മുതൽ വെളുപ്പിന് 4 മണി വരെ ഒരു കരിയില പോലും അനങ്ങില്ല, കാറ്റ് പോലും അടിക്കില്ല. അതാണ് പ്രകൃതിയുടെ ഇത്. അത്ര ശാന്തമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ശരീരത്തിന് വിശ്രമം കൊടുക്കുന്ന സമയമാണ്. അത് മാറിയിട്ട് ഒരു 4 മണിക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഒരു 5 മണിക്കൊക്കെ തുടങ്ങാം. 5 മുതൽ 1 മണിക്കൂർ ചെയ്യാം, ഓരോരുത്തരുടെ ജോലി അനുസരിച്ചിട്ട്, സൗകര്യം അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ 6 മണി മുതൽ 7 മണി വരെ ചെയ്യാം, 7 മണി മുതൽ 8 മണി വരെ ചെയ്യാം. ഇതിൻ്റെ സമയത്ത്
അതായത് ഒരു 11 മണി വരെ ഒരു അന്തരീക്ഷത്തിൻ്റെ ചൂട് നമുക്ക് സഹിക്കാൻ പാകത്തിനുള്ള രീതി, അതുപോലെ തന്നെ നിശബ്ദത ആയിട്ട് കിട്ടുക, അപ്പോൾ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു 5 മുതൽ 11 മണി വരെ നല്ല സമയമാണ്. അത് കഴിഞ്ഞാൽ ഒരു 4 മണി മുതൽ 8 മണി വരെ, രാത്രി 8 മണി വരെ, അല്ലെങ്കിൽ 9 മണി വരെയും ചെയ്യാം. പക്ഷേ 9 മണി വരെ കാത്തിരുന്നാൽ ഇതും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങണ്ടേ, നമ്മൾ ചെയ്യുന്ന ജോലിയും കൂടി നോക്കണ്ടേ. അതിൻ്റെ ഇൻ്റർവെൽ അനുസരിച്ചിട്ട് രാവിലെ 5 മുതൽ ഒരു 11 വരെയും വൈകുന്നേരം ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 4:30 മുതൽ 8-8:30 മണി വരെയും ഉള്ള സമയത്ത് നമ്മളുടെ സൗകര്യാർത്ഥം ചെയ്യുന്നതാണ് നല്ലത്. അത് കഴിയുന്നത് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ രാവിലെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട, ഇത് വ്യായാമമാണ്. രാവിലെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അന്ന് വേണം വൈകുന്നേരം ചെയ്യാം. വൈകുന്നേരം ചെയ്യാൻ പറ്റിയില്ല, ഷിഫ്റ്റ് ജോലിയാണ്, അപ്പോൾ ഈ രീതിയിൽ വരും. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സമയത്തിനെ കുറിച്ചിട്ട് യാതൊരു ബന്ധപ്പാടും വേണ്ട. ഇതാണ് അതിന് വളരെ യുക്തമായിട്ട് നമ്മളുടെ ജോലിയുടെയും എല്ലാത്തിൻ്റെയും സൗകര്യം അനുസരിച്ച് ആ പരിശീലകന് തന്നെ ആ സമയം തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, വളരെ കാലമായിട്ട് ചെയ്യണതാണ്. ഒരു കൊല്ലം നിർത്തി കളഞ്ഞു എന്ന് വിചാരിക്കും, എന്തെങ്കിലും സാഹചര്യങ്ങളുമുണ്ട്. പിന്നെ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പഴയ രീതിയിൽ ചെയ്യരുത്. ആദ്യം നമ്മൾ ശീലിച്ചത് മുതൽ സാവധാനം ശരീരത്തിനെ ഒന്ന് വഴക്കം കിട്ടി കൊണ്ടതിന് ശേഷം അത് സാവധാനം വളരെ എളുപ്പം ഇമ്പ്രൂവ് ചെയ്യാം. എന്നിട്ട് പഴയ രീതിയിലേക്ക് തുടങ്ങാനായിട്ട് ഒരു 2-3 മാസമെങ്കിലും എടുക്കും. കാരണം ശരീരം വഴങ്ങണ്ടേ. അപ്പോൾ ആ ശരീരത്തിൻ്റെ വഴക്കം കിട്ടുന്നതനുസരിച്ച് സമയവും കൂടി നോക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് ഡാമേജ് വരാതെ, കൂടുതൽ എക്സർഷൻ വരാതെ സമയം നോക്കിയിട്ട് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ആദ്യം മുതൽ തുടങ്ങിയിട്ട് കുറേശ്ശെ എണ്ണം കൂട്ടി നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ദോഷം വരില്ല. ഇല്ലെങ്കിൽ നമ്മൾ വേഗം പഴയ രീതി തന്നെ ആലോചിച്ച് വന്നാൽ നമ്മുടെ മാംസപേശികൾ അതിനെ അനുവദിക്കില്ല, ആ രീതിയിലേക്ക് വഴക്കം കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ ചെയ്യലാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാവൂ.